തൃശൂർ ചൊവ്വന്നൂരിന് സമീപം മുരിങ്ങത്തേരിയിലെ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന വാടക ക്വാർട്ടേഴ്സ്. രാത്രിയും പകലും ഇവിടെ പലരും വന്നു പോകാറുണ്ട്. എല്ലാം പുരുഷന്മാരായതുകൊണ്ട് ആർക്കും ഒട്ടും സംശയമുണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ നാട്ടുകാർ ഓടിക്കൂടി. മുറിയുടെ പൂട്ട് പൊളിച്ച് നോക്കിയപ്പോൾ തറയിൽ വിവസ്ത്രനായി ഒരു യുവാവിൻ്റെ മൃതദേഹം. പോലീസ് എത്തി പരിശോധിച്ചതോടെ മുറിയിൽ ബലപ്രയോഗം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ. അതോടെ സംഭവം കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചു. വാടകക്കാരനായ ചൊവ്വന്നൂർ സ്വദേശി സണ്ണിയെ ചോദ്യം ചെയ്തതോടെ സംഭവത്തിൻ്റെ ചുരുളഴിഞ്ഞു. സ്വവർഗരതിക്കിടെ ഉണ്ടായ കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതി സണ്ണി പലരെയും ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരാറുണ്ടെന്നും വാടക വീടിൻ്റെ മറവിൽ പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടന്നിരുന്നതായും വിവരമുണ്ട്. ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് കഴിഞ്ഞ ദിവസം കത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വന്നൂർ മുരിങ്ങത്തേരി രാജന്റെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടത്. ഞായറാഴ്ച വൈകിട്ട് 5:30 മുറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ സമീപത്ത് താമസിക്കുന്നവർ ഉടമയെ വിവരമറിയിച്ചു. ഉടമയെത്തി വാടകക്കാരനായ ചൊവ്വന്നൂർ സ്വദേശി സണ്ണിയെ ഫോണിൽ ബന്ധപ്പെട്ടു. കൃത്യമായ മറുപടിയൊന്നും ഇയാൾ പറഞ്ഞില്ല. മുറിയുടെ പൂട്ട് പൊളിച്ചു നോക്കിയപ്പോഴാണ് കരിപുരണ്ട് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. മുറിയിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വൈകിട്ട് 7:30 ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് സണ്ണിയെ പിടികൂടിയത്. കൊല്ലപ്പെട്ടയാളും സണ്ണിയും ശനിയാഴ്ച രാത്രി കുന്നംകുളം ബെവ്കോ മദ്യവിൽപ്പനശാലയുടെ പരിസരത്ത് നിന്ന് ഒന്നിച്ച് മുറിയിലേക്ക് വരുന്നതിന്റെയും ഞായറാഴ്ച രാവിലെ സണ്ണി തനിച്ചു പുറത്തു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. സ്വവർഗരതിക്കായി സണ്ണി പലരെയും ഈ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരാറുണ്ടെന്നും പോലീസ് പറയുന്നു. കൊല്ലപ്പെട്ടയാൾ മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇയാളെ ഫ്രൈയിങ് പാൻ ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും ശക്തമായി അടിച്ചതിനു ശേഷം ദേഹത്ത് കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ച ശേഷമാണ് മൃതദേഹം കത്തിച്ചതെന്നാണ് നിഗമനം. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സുരക്ഷാ ജീവനക്കാരനായ സണ്ണി ഇവിടെ തനിച്ചാണ് താമസിച്ചിരുന്നത്. 2 കൊലക്കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ. മുത്തശ്ശിയെയും ഇതര സംസ്ഥാന തൊഴിലാളിയെയും കൊലപ്പെടുത്തിയ കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നതിനിടയിലാണ് 2006 ഇയാൾ ഇതര സംസ്ഥാനക്കാരനെ കൊലപ്പെടുത്തിയത്. 2024 ഓഗസ്റ്റിലാണ് സണ്ണി ചൊവ്വന്നൂരിലെ ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത്. News 18 തൃശൂർ.